അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. മഹാശിവരാത്രി ദിനത്തിൽ നിരവധി വിവിധ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ സാംസ്കാരിക സമ്മേളനവും വിവിധ കലാപരിപാടികളും നടക്കും. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം തുടങ്ങി. 19 മുതൽ 26 തീയതി വരെയാണ് ശിവരാത്രി ഉത്സവം നടക്കുന്നത്. ശിവരാത്രി ദിനത്തിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകളായ പള്ളി ഉണർത്തൽ, നെയ്യഭിഷേകം, വിശേഷാൽ പൂജ, ദീപാരാധന, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സ്വാതമാപ്രാപ്തി തുടങ്ങിയവ നടക്കും. ശേഷം രാത്രി 9-ന് സി കേരളം സരിഗമപ സെമി ഫൈനലിസ്റ്റ് അവനി സന്തോഷം നയിക്കുന്ന തിരുവനന്തപുരം ട്രാക്സിന്റെ ഗാനമേള നടക്കും. അർദ്ധരാത്രി 12-ന് അയന പ്രവീൺ ഇല്ലത്ത് അവതരിപ്പിക്കുന്ന ഭരതനാട്യം, പുലർച്ചെ 1-ന് തിരുവനന്തപുരം വൈഗാവിഷൻ അവതരിപ്പിക്കുന്ന ബാലെ എന്നിവ നടക്കും. പതിവിലും ഗംഭീരമായി ആഘോഷങ്ങൾ നടത്തുവാനാണ് ഭാരവാഹികളുടെ തീരുമാനം. കൂടാതെ ഭക്തർക്ക് എത്തിച്ചേരുവാൻ KSRTC സർവീസുകൾ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വർഷത്തെ ശിവരാത്രിക്ക് മുൻ വർഷങ്ങളെക്കാട്ടിലും ഇത് വലിയ പ്രാധാന്യമുണ്ട്. 1974-ലാണ് ഈ ക്ഷേത്രം ഇവിടെ തകർക്കപ്പെട്ട് 50 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ക്ഷേത്രം ഇവിടെ പുനർനിർമ്മിച്ച് പുതിയ ക്ഷേത്രവും വില്ലാളി വീരന്റെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠ നടത്തുകയും ഉണ്ടായി. ഈ കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി ആയിരുന്നു ഇതിന്റെ പ്രതിഷ്ഠാ ഉത്സവം. അതിനുശേഷമുള്ള ഉത്സവമായതുകൊണ്ട് ഇത് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജനം കൂടുന്ന ഒരു ഉത്സവമായി മാറാൻ സാധ്യതയുണ്ട്. മാറി തന്നെ. കാര്യം കഴിഞ്ഞ വിഗ്രഹഘോഷയാത്രയ്ക്കും പ്രതിഷ്ഠയുടെ അന്നൊക്കെ ഭയങ്കരമായ ജനക്കൂട്ടമായിരുന്നു. ഇപ്പോൾ ഇത് നാടിന്റെ തന്നെ ഒരു വലിയ ഉത്സവമായി മാറാനാണ് സാധ്യത. പതിവിലും വിപുലമായ അമ്യൂസ്മെന്റ് ഇക്കൊല്ലത്തെ ശിവരാത്രി ഉത്സവത്തിന്റെ പ്രത്യേകതയാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KA ഷാജി, സെക്രട്ടറി MS പ്രശാന്ത്, ചെയർമാൻ സജി കളത്തിൽ, കോർഡിനേറ്റർ ഗോപിനാഥൻ തീമ്പള്ളിക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.